അപ്പൊ ഇനി നമുക്കൊരു ചെറിയ ഗെയിം കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അയ്യോ അതായത് നിങ്ങൾ രണ്ടുപേരും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുസൃതിയും കുറുമ്പൊക്കെ നിറഞ്ഞ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പേടിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഗെയിം കളിച്ചാലും കുറച്ചും കൂടി ഒരു എനർജി കിട്ടും എന്തായാലും. അതെ. അപ്പോൾ ഈ എന്താ പറയാ നല്ല കളർഫുൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് നല്ലൊരു ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊല്ലരുത് കൊല്ലില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ പണിപാളി എന്നുള്ള സെഗ്മെന്റ്, അതായത് പടപട പണിപാളുന്ന ഒരു സെഗ്മെന്റ് ആണിത്. ബലൂൺസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ എന്താ പ്രത്യേകിച്ച്, നിങ്ങൾ പല കളേഴ്സിലുള്ള ബലൂൺ കാണുന്നു. ഇഷ്ടമുള്ള ഒരു കളർ എടുത്തോളൂ. റെഡ്, വൈറ്റ്, റെഡ്, വൈറ്റ്. ഓക്കെ, അപ്പൊ യെല്ലോ എന്റെ ബലൂൺ. ഓക്കെ, അപ്പൊ എന്റെ ബലൂൺ നിങ്ങൾ ചവിട്ടി പൊട്ടിക്കാൻ പാടില്ല. ഓക്കെ, യെല്ലോ തൊടാൻ പാടില്ല. യെല്ലോ തൊടാൻ പാടില്ല. വൈറ്റ് എന്ന ബലൂൺ മാത്രമേ നിമ്മി ചവിട്ടി പൊട്ടിക്കാൻ പാടുള്ളൂ. ഓക്കെ, റെഡ് എന്ന ബലൂൺ മാത്രമേ അരുൺ ചവിട്ടി പൊട്ടിക്കാൻ പാടുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഇതിന്റെ ഉള്ളിൽ കയറി നിൽക്കുക. എന്നിട്ട് ഒരു കാല്, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ അരുൺ റെഡ് ബലൂണിൽ ഇങ്ങനെ കാല് വെച്ചു, ഒരു കാല് വെച്ചപ്പോ ഈ കാല് പൊക്കണം, ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അടുത്ത കാല് വെക്കേണ്ടത് റെഡിൽ തന്നെ ആയിരിക്കണം, യെല്ലോയിൽ വെക്കരുത്, അല്ലെങ്കിൽ വൈറ്റിൽ വെക്കരുത്. കേട്ടോ, രണ്ട് കാല് ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ മൈനസ് മാർക്ക് ആയിരിക്കും. ഓക്കെ, അതുപോലെ മറ്റൊരാളുടെ കളർ ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞാലും ശരിക്കും നോക്കിക്കോണം. നിങ്ങൾക്ക് നേരത്തെ അറിയാന്നുള്ള പാർഷ്യാലിറ്റി ഒന്നും കാണിക്കില്ല. ഇല്ല, എനിക്ക് അറിയേയില്ല. കാരണം എന്റെ ബലൂൺ പൊട്ടിക്കാൻ പാടില്ല, അത് സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ശ്വാസികയുടെ ഓരോ ബലൂൺ പൊട്ടുമ്പോഴും ശ്വാസികയ്ക്ക് മൈനസ് പോയിന്റ്. അയ്യോ, എന്റെ ഓരോ ബലൂൺ പൊട്ടിയാൽ നിങ്ങളുടെയാണ് മൈനസ് പോയിന്റ് ഞാൻ ആക്കാൻ പോകുന്നത്. മനസ്സിലായി മാഡം. അപ്പൊ ഇതിന്റെ ഒരു മ്യൂസിക് വരും, ആ മ്യൂസിക്കിന്റെ താളത്തിനനുസരിച്ച് ചടപടാ പടപടാന്ന് ഗെയിം തുടങ്ങാം. അപ്പൊ കേറിക്കോളൂ, പതുക്കെ ആദ്യം കേറി നിൽക്കൂ. മ്യൂസിക് റെഡി, 1 2 3 മ്യൂസിക്. കാല് രണ്ട് കാല് ചവിട്ടരുത്. അയ്യോ അയ്യോ അയ്യോ, രണ്ട് കാല് മൈനസ് ആയി. അരുൺ രണ്ട് കാല് ചവിട്ടി. അയ്യോ അയ്യോ, എന്താ കാണിക്കുന്നത്? ഗോപു എന്താ കാണിക്കുന്നത്? ഓടിയെടുത്ത് പൊട്ടിക്കും. ഗോപുവിന് ഭയങ്കര ആവേശമായി ആവേശം. സൂപ്പർ, കഴിഞ്ഞു. ഇവിടെ എന്താ ഉണ്ടായേ? ഇന്ന് വിഷുവാണോ? പോയിന്റ് പറയൂ. അതായത് പടപട പണിപാള് ഒന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം കേറുന്നതും കണ്ടു, പിന്നെ ഇത് തകരുന്നത് ഞാൻ കണ്ടു. ഇതിനുള്ളിൽ പൊട്ടിച്ചേ നോക്കുള്ളേ. ഇതിനുള്ളിൽ പൊട്ടിച്ചതാണ് മാക്സിമം നോക്കുക. പുറത്തേക്കിട്ടത് ഞാനല്ല. ആരട്ടത്? എന്റെ മഞ്ഞ ആരെങ്കിലും പൊട്ടിച്ചോ? ഇല്ല, എന്റെ മഞ്ഞ ആരും പൊട്ടിച്ചത്, അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ എന്റെ കണക്കെടുപ്പിൽ വെള്ളയാണ് കൂടുതൽ പുറത്ത് കാണുന്നത്. അതായത് വെള്ളയുടെ എണ്ണം പൊട്ടിച്ചത് കുറവാണ്, റെഡിന്റെ എണ്ണം പൊട്ടിച്ചതാണ് കൂടുതൽ. ഈ ഗോപു ചാടിയപ്പോ എല്ലാ വെള്ളയും പുറത്ത് ചാടി പോയതാ. വീട്ടിലേക്ക് വേണേ കാണിച്ചുതരാ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇടയ്ക്ക് ഗോപു രണ്ട് കാല് കുത്തി, പക്ഷെ ബലൂൺസിന്റെ എണ്ണം വെച്ച് നോക്കുമ്പോൾ റെഡ് ആണ് കൂടുതൽ ഇവിടെ പൊട്ടി തകർന്നിരിക്കുന്നത്. അങ്ങനെ ഈ ഗെയിമിൽ, അതായത് പടപട പണിപാളി എന്ന് പറഞ്ഞ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അരുൺ ഗോപൻ, തോറ്റിരിക്കുന്നത് നിമ്മി അരുൺ. രണ്ടിലും അരുണുണ്ട്. അതെ, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സമ്മാനമാണ് ഞാൻ അരുണിന് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു പണിഷ്മെന്റ്. അതായത് ഇത് ഇവിടെ നിൽക്കുന്ന സമയത്തിന് നമ്മൾ വേറൊരു കിരീടം ധരിപ്പിക്കാന്ന് പറയുന്ന പോലെ അല്ല, കുട്ടി ഈ വിജയിച്ച ആൾക്ക് അങ്ങനെ വിജയിച്ച ആൾക്ക് ഇതിപ്പോ ഞാനാണോ?